ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മാൻ മലയാളത്തിലെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. മലയാളത്തിൽ ഇന്ന് മിനിമം ഗ്യാരണ്ടിയുള്ള സിനിമകൾ ഇറക്കുന്ന സംവിധായകരിൽ ഒരാളാണ് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ. എന്നാത്തൻ കേസുകൂട്, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, കനകം കാമിനി കലഹം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കോമഡികളുടെ അകമ്പടിയോടെ സിമ്പിളായി ചിത്രങ്ങൾ കൊണ്ടുവന്ന് വിജയിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. സോ അങ്ങനെ അദ്ദേഹം ചെയ്തിട്ടുള്ള എന്നാത്തൻ കേസുകൂട് എന്ന ചിത്രത്തിലെ സുരേഷൻ, സുമലത എന്നീ കഥാപാത്രങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തിരക്കഥെഴുതി സംവിധാനം ചെയ്യുന്ന സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടതിനു ശേഷം എനിക്കതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നിവിടെ പറയാനായി പോകുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയായിട്ട് വരുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ശരിയായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമ കാണുന്ന സമയത്ത് ഇതെല്ലാം നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. സോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്തു പോകാം, അല്ലാത്ത പക്ഷം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പേരിൽ നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു സൈഡിലായി 1960, 1990, 2023 എന്നിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതായി കാണാം. ട്രെയിലറിലും ഈ 3 കാലഘട്ടങ്ങളെ സൂചിപ്പിക്കുന്ന പല ഷോട്ടുകൾ കാണിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ട്രെയിലറിൽ ഒരു ഭാഗത്ത് ജിനു ജോസഫിന്റെ കഥാപാത്രം പറയുന്നുണ്ട്, ഇത് 60 വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്, ഇനി ഇത് 60 വർഷങ്ങൾക്ക് ശേഷമാണ് നടക്കുന്നതെന്ന്. സോ ഒരേ കാര്യം തന്നെ 60 വർഷങ്ങൾക്ക് ഇപ്പുറം റിപ്പീറ്റ് ചെയ്ത് നടക്കുന്നതായിട്ടാണ് പറയുന്നത്. സോ ഒന്നില്ലെങ്കിൽ ഈ സുരേഷൻ, സുമലത എന്നീ കഥാപാത്രങ്ങൾ ഒരു 60 വർഷങ്ങളുടെ ഗ്യാപ്പിനിടയിൽ വീണ്ടും വീണ്ടും പുനർജനിച്ച് വരുന്നത് പോലെ കാണിക്കുന്നതാകാം. അവരുടെ പ്രണയം സാഫല്യത്തിലേക്ക് എത്തുന്നത് വരെ വീണ്ടും വീണ്ടും ജനിച്ച് പ്രണയിച്ചുകൊണ്ടിരിക്കുന്നതായി കാണിക്കുന്നതാകാം. അതല്ല എങ്കിൽ കുറച്ചുകൂടി ചാൻസ് ഉള്ളത് ഇതൊരു ടൈം ട്രാവൽ മൂവി ആയിട്ടായിരിക്കാം. അതായത് 1960 കാലഘട്ടം കാണിക്കുന്ന സമയത്ത് ഈ സുരേഷൻ, സുമലത എന്നീ കഥാപാത്രങ്ങൾ ഒരു 20-25 വയസ്സുള്ള കഥാപാത്രങ്ങളായിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നുണ്ട്. പിന്നീട് 2023 കഥ കാണിക്കുന്ന സമയത്തും അവർ ഏകദേശം അതേ ഏജിൽ തന്നെയാണ്. സോ ഒന്നില്ലെങ്കിൽ 1960 ആ കഥാപാത്രങ്ങൾ അവരുടെ പ്രണയ സാഫല്യത്തിൽ എത്തുന്നതിന് മുന്നേ തന്നെ മരണപ്പെടുകയും വീണ്ടും പുനർജനിച്ച് 2023 എത്തിയതാകാം. അതല്ല എങ്കിൽ ആ കഥാപാത്രങ്ങൾ 1960 നിന്നും അതേപോലെ തന്നെ 2023 മറ്റോ വന്നതാകാം. സോ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്നും മറ്റൊരു കാലഘട്ടത്തിലേക്ക് പെട്ടെന്ന് അവർ മാറുമ്പോൾ അവരുടെ വേഷത്തിലും സ്റ്റൈലിലും രൂപത്തിലുമെല്ലാം മാറ്റങ്ങൾ വരുന്നതാകാം. അതുപോലെയുള്ള ഒരു ഷോട്ട് ട്രെയിലറിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. സുരേഷൻ ഒരു വീടിന്റെ അകത്തേക്ക് വരുന്ന സമയത്ത് 2023 എന്നാൽ അകത്തേക്ക് കയറിയ ഉടൻ അത് 1960 1990 ആയി മാറുന്നതായും സുരേഷൻ ഞെട്ടുന്നതായും കാണിച്ചിട്ടുണ്ട്. ആ സമയം പെട്ടെന്ന് അയാളുടെ വേഷമെല്ലാം മാറിയതായിട്ടും കാണിക്കുന്നു. ഇതേപോലെ തന്നെ സുമലതയും സുരേഷനും വെള്ളത്തിൽ കിടക്കുന്നതായി ഒരു സീനിൽ കാണിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റൊരു ഷോട്ടിൽ സുമലത എണ്ണീച്ചിരുന്നുകൊണ്ട് ദേഷ്യപ്പെടുന്നതായും കാണിക്കുന്നുണ്ട്. ഇതും എനിക്ക് തോന്നിയത് സുരേഷനും സുമലതയും ഏതെങ്കിലും രീതിയിൽ വെള്ളത്തിൽ വീഴുകയും അവിടുന്ന് സുമലത എണ്ണീക്കുന്ന സമയത്ത് പെട്ടെന്ന് മറ്റൊരു കാലഘട്ടത്തിൽ എത്തുന്നതായും അതുകൊണ്ട് നിരാശയിൽ അലർന്നതായിട്ടായിരിക്കും കാണിച്ചത്. സോ ഇതുപോലെ തന്നെ വാണ്ടാവിഷൻ എന്ന സീരീസിൽ നമ്മൾ കണ്ടതാണ്, അവിടെ റിയാലിറ്റി പെട്ടെന്ന് മാറുന്ന സമയത്ത് അവിടെയുള്ള ആളുകളുടെയും വീടിന്റെയും എല്ലാം രൂപത്തിലും മാറ്റം വരുന്നതായിട്ട്. കൂടാതെ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന ചിത്രത്തിലും കണ്ടതാണ്, ഓരോ യൂണിവേഴ്സ് മാറുന്നതനുസരിച്ച് അവിടെ ചെന്ന് പെടുന്ന ആളുകളുടെയും രൂപത്തിൽ വ്യത്യാസം വരുന്നതായിട്ട്. സോ ഇതുപോലെ തന്നെയാകാം ഓരോ കാലഘട്ടത്തിലേക്ക് പെട്ടെന്ന് സുരേഷനും സുമലതയെല്ലാം മാറുമ്പോൾ അവരുടെ വേഷത്തിലും സ്റ്റൈലിലുമെല്ലാം മാറ്റങ്ങൾ വന്നു പോകുന്നത്. സോ ഈ ഒരു കൺസെപ്റ്റ് ആകാം പെട്ടെന്ന് കൺട്രോൾ ഇല്ലാതെയോ മറ്റോ ടൈം ട്രാവൽ ചെയ്ത് പല കാലഘട്ടങ്ങളിലേക്ക് പോയി അവരുടെ പ്രണയ സാഫല്യത്തിനായി നോക്കുന്ന സുരേഷിനെയും സുമലതയുമായിരിക്കാം വളരെ രസകരമായിട്ട് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ അവതരിപ്പിക്കാനായി പോകുന്നത്. കൂടാതെ അവിടെ ഈ സുരേഷിനും സുമലതയും മാത്രമല്ല, സുധീഷിന്റെ കഥാപാത്രവും ജിനു ജോസഫിന്റെ കഥാപാത്രവും അവരെല്ലാം തന്നെ എല്ലാ കാലഘട്ടത്തിലും കാണിച്ചിട്ടുണ്ട്. കൂടാതെ ആ കാലഘട്ടത്തിലെല്ലാം അവർക്ക് ആ സെയിം ഏജ് ആയിട്ടുമാണ് കാണിക്കുന്നത്. സോ സുരേഷിനും സുമലതയും 1960 ചെറുപ്പത്തിൽ തന്നെ മരണപ്പെടുകയും വീണ്ടും പുനർജനിച്ച് വന്നതാണെങ്കിൽ കൂടി സുധീഷിന്റെ കഥാപാത്രം ആ സെയിം ഏജിൽ തിരിച്ചു വരുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. സോ ഇതെല്ലാം തന്നെ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ എത്തരത്തിലാണ് അവതരിപ്പിക്കാൻ പോകുന്നത് എന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുരേഷിന്റെയും സുമലതയുടെയും പല കാലഘട്ടത്തിലുള്ള രൂപങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഒന്ന് 1960 മറ്റൊന്ന് കുറച്ച് വ്യത്യാസപ്പെട്ട് മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു രൂപവും, പിന്നീട് നമ്മൾ എന്നാത്താൻ കേസുകൂട് എന്നതിൽ കണ്ടതുപോലെ മുടി ചുരുണ്ട് കിടക്കുന്ന രൂപത്തിലുള്ളതും. ഇതിൽ ആ മുടി സ്ട്രെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഏതോ ഒരു സ്ഥലത്ത് സുമലത ഇരിക്കുമ്പോഴാണ് കുഞ്ചാക്കോ ബോബന്റെ കഥാപാത്രം അവിടെ വന്നുകൊണ്ട് ഒരു ചെറിയ താജ്മഹലിന്റെ രൂപം കൊടുക്കുന്നതായി കാണിക്കുന്നത്. സോ ഈ സമയം നോക്കിയാൽ സുമലതയുടെ കല്യാണം കഴിഞ്ഞിരിക്കുന്നതായി കാണാം, നെറ്റിയിൽ സിന്ദൂരമുണ്ട്. ഒരുപക്ഷെ ഇതൊരു സ്വപ്നം പോലെയോ മറ്റോ സുരേഷുമായി വിവാഹം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയിലെല്ലാം കാണുന്നതായിരിക്കും. അതല്ല എങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ 1990 സുമലതയ്ക്ക് മറ്റൊരു വിവാഹം കഴിക്കേണ്ടി വന്നിരിക്കാം. ഈ ഒരു സമയത്തായിരിക്കാം ഏതെങ്കിലും രീതിയിൽ ടൈം ട്രാവലോ മറ്റോ ചെയ്ത് രാജീവൻ എന്ന കുഞ്ചാക്കോ ബോബന്റെ കഥാപാത്രം അവിടെ എത്തി സുമലതയെ സഹായിക്കാനായി പോകുന്നത്.
സോ കുഞ്ചാക്കോ ബോബൻ ഈ ചിത്രത്തിൽ അധികം സീനുകളിലൊന്നും വരാൻ ചാൻസ് ഇല്ല എങ്കിൽ പോലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരെ ഇങ്ങനെ ഒരു ടൈം ട്രാവലിലൂടെ ഒരുമിക്കാൻ സഹായിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നത് കുഞ്ചാക്കോ ബോബന്റെ കഥാപാത്രമായിരിക്കും. മറ്റൊന്ന്, ട്രെയിലറിന്റെ തുടക്കത്തിൽ സുരേഷൻ ഒരു മരണചടങ്ങിനോ മറ്റോ ആയിട്ട് അങ്ങോട്ട് വരുന്ന സമയത്ത് പറയുന്നുണ്ട് സുരേഷൻ കുറെ നാളായിട്ട് നാട്ടിലില്ലായിരുന്നു, നാട് വിട്ട് പോയിട്ട് വരുന്നതാണെന്ന്. സോ ആ സമയം സുരേഷൻ വന്നിരിക്കുന്ന ആ ഓട്ടോ നോക്കുകയാണെങ്കിൽ അവിടെ പുനീത് രാജ്കുമാറിന്റെ ഫോട്ടോ ഒട്ടിച്ചിരിക്കുന്നതായി കാണാം. കൂടാതെ അവിടെ എഴുതി വെച്ചിരിക്കുന്നതും കന്നഡയാണെന്ന് തോന്നുന്നു. സോ അങ്ങനെയെങ്കിൽ മിക്കവാറും സുരേഷൻ കർണാടകയിൽ നിന്നായിരിക്കും വന്നിരിക്കുന്നത്. എന്നാലും കർണാടകയിൽ നിന്ന് ഓട്ടോയിൽ അവിടേക്ക് വരുന്നതിലെ ലോജിക്ക് മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ അതൊരു കോമഡി രൂപത്തിൽ അവതരിപ്പിച്ചതാകാം. കൂടാതെ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഒരു സീനാകാം. സുരേഷൻ ഇങ്ങനെ വന്ന് ഒരാൾ വന്ന് പറയുമ്പോൾ സുമലത പെട്ടെന്ന് ഞെട്ടുന്നതായും കാണിക്കുന്നുണ്ട്. ഈ സുമലതയും സുരേഷും 2023 പ്രസന്റിലുള്ളതാണെന്ന് ഉറപ്പാണ്. എന്നാൽ താൻ കേസുകൂട് എന്ന സിനിമയിൽ അവരെ കാണിച്ചിട്ടുള്ള അതേ രൂപത്തിലും സ്റ്റൈലിലും തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. സോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് എന്നാ താൻ കേസുകൂട് എന്ന ചിത്രത്തിന് ശേഷം സംഭവിക്കുന്ന കഥയായിട്ടായിരിക്കാം പ്രസന്റിലെ കാര്യം. എന്നാ താൻ കേസുകൂട് എന്ന ചിത്രത്തിന് ശേഷം കുറച്ചുനാൾ സുരേഷൻ നാട്ടിൽ നിന്ന് മാറി നിൽക്കുകയും അതിനുശേഷം തിരിച്ചെത്തുകയും ചെയ്യുമ്പോഴായിരിക്കാം ഈ സീനുകൾ കാണിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ഈ പല കാലഘട്ടം കാണിക്കുമ്പോഴും 1960 ആണെങ്കിലും 1990 ആണെങ്കിലും 2023 ആണെങ്കിലും എല്ലാ കാലഘട്ടത്തിലും സുരേഷ് ഇടുന്ന മിക്ക ഡ്രസ്സുകളിലും ഒന്നില്ലെങ്കിൽ ലവിൻ്റെ സിമ്പലോ അല്ലെങ്കിൽ പൂക്കളുടെ ചിത്രങ്ങളോ എല്ലാം കൊടുത്തിരിക്കുന്നതായി കാണാം. സോ എന്നാ താൻ കേസുകൂട് എന്ന വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടവുമായി വളരെ ഒത്തുപോകുന്ന ഒരു കഥയിൽ നിന്ന് ഒരു ടൈം ട്രാവൽ എന്ന കൺസെപ്റ്റിലേക്ക് മാറുന്ന സമയത്ത് ഈ രണ്ട് ചിത്രങ്ങളെയും കണക്ട് ചെയ്തുകൊണ്ട് എത്തരത്തിലാകും രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ അവതരിപ്പിക്കാൻ പോകുന്നത് എന്നത് വളരെ ത്രില്ലടിപ്പിക്കുന്ന കാര്യമാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ ട്രെയിലർ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വീഡിയോയുടെ അവസാനിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.